ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 157. നമ്മൾ തെയോത്തോക്കസിൻ്റെ വചനക്കൊന്തയിൽ അല്ലെങ്കിൽ ദൈവമാതാവിൻ്റെ തിരുവചന ജപമാലയിൽ ഓരോ പ്രാർത്ഥനയും എങ്ങനെയാണ് തിരുവചനങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ധ്യാനിക്കുകയാണല്ലോ. നമ്മൾ ഈ മരിയസ്തുതി എന്ന് പറയുന്ന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അല്ല, ഈശോ എന്ന വാക്കൊഴികെ ബാക്കിയെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, അത് ഗബ്രിയേൽ പറഞ്ഞതാണ്. അത്രയും വാക്കുകൾ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അങ്ങനെയാണ് എലിസബത്ത് പറഞ്ഞത്. നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഇത്ര നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നിന്റെ ഗർഭഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്നാണ് നമ്മുടെ പ്രാർത്ഥനയിൽ. ഈ ഈശോ എവിടെ നിന്ന് വന്നു? നന്മ നിറഞ്ഞ ഇല്ലേ, കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അത് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ ആ തിരുവചനമാണ്. നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അതും തിരുവചനമാണ് എലിസബത്ത് മറിയത്തോട് പറഞ്ഞത്. നിന്റെ ഗർഭഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ എന്ന വാക്ക് അതെവിടെ നിന്നാണ്? അത് വീണ്ടും ഗബ്രിയേലിന്റെ വാക്കുകളാണ്. നീ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു, ലൂക്കാസ് 1:30. നീ ഗർഭം ധരിച്ച് പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം, നീ അവന് യേശു എന്ന് പേരിടണം. ഇത് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞതാണ്, ലൂക്കാസ് 1:31. അപ്പോൾ ഗബ്രിയേൽ മാലാഖയുടെ ആ മറിയത്തോട് പറഞ്ഞ വാക്കുകളിൽ നിന്നും യേശു അല്ലെങ്കിൽ ഈശോ എന്ന വാക്കെടുത്തിട്ട് ഈ എലിസബത്ത് പറഞ്ഞ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലമായ ഈശോ, അത് ഗബ്രിയേൽ പറഞ്ഞ വാക്ക്, ഈശോ എന്ന് പേരിടണം. അപ്പൊ ഗബ്രിയേൽ പറഞ്ഞ തിരുവചനം എടുത്തിട്ട് ഈ എലിസബത്ത് പറഞ്ഞ തിരുവചനത്തിൽ ഇടയ്ക്ക് കയറ്റിയിട്ടാണ് ആ പ്രാർത്ഥന ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വർഗവും ഭൂമിയും, ഗബ്രിയേൽ സ്വർഗത്തിൽ നിന്ന് വന്നു, ഭൂമിയിലുള്ള ഒരാളാണ് എലിസബത്ത്. സ്വർഗവും ഭൂമിയും ചേർന്ന് മറിയത്തെ സ്തുതിക്കുകയാണ്. സ്വർഗം പറയാണ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ ഭൂമിയിലുള്ള ഒരു പ്രത്യുത്തരമായിട്ട് പറയുന്ന പോലെയാണ്, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. പക്ഷെ അതിനിടയ്ക്ക് സ്വർഗത്തിലെ മാലാഖയുടെ ഒരു വാക്കുകൂടി വെച്ചു, നിന്റെ ഗർഭഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഈശോ എന്ന് പേരിടണം, യേശു എന്ന് പേരിടണം. ഇതേ കാര്യം ഗബ്രിയേൽ മാലാഖ ജോസഫിനോടും പറയുന്നുണ്ട്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് നീ അവന് ഈശോ എന്ന് പേരിടണം. ഈ മറിയത്തിന്റെ മകനാണ് ഈശോ, അതുകൊണ്ട് മറിയമാണ് പേരിടുന്നത്. എന്നാൽ ദൈവപുത്രനായ ഈശോ ദാവീദിന്റെ പുത്രനാകണമെങ്കിൽ, നിയമത്തിന്റെ മുമ്പിൽ ആകണമെങ്കിൽ, ദാവീദ് കുടുംബത്തിൽ നിന്നുള്ള യോസഫ് യേശുവിനെ രജിസ്ട്രാറിന് മുമ്പാകെ ഈ പേര് ചൊല്ലി വിളിച്ച് ദത്തെടുക്കണം. അതാണ് ഗബ്രിയേൽ മാലാഖ യോസഫിനോട് പറഞ്ഞത്. അപ്പോൾ മറിയത്തോട് പറഞ്ഞു, മറിയത്തിന്റെ മകനാണ് ഈശോ, അതുകൊണ്ട് ഈശോ എന്ന പേരിടണം. ജോസഫിനോട് പറഞ്ഞു, നീയും പേരിടണം. അതെവിടെ? രജിസ്ട്രാറിന്റെ മുമ്പിൽ. എങ്കിലേ ദൈവപുത്രനായ ഈശോ ദാവീദിന്റെ പുത്രനാകൂ. ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ജോസഫ് ഈ മറിയത്തിന്റെ മകനെ തന്റെ മകനായി ദത്തെടുക്കുക രജിസ്ട്രാറിന് മുമ്പാകെ. അപ്പൊ രജിസ്ട്രാറിന് മുമ്പാകെ പേര് വിളിക്കേണ്ടത് യോസഫാണ്. അപ്പന്റെ ഒരു അവകാശമാണ് പേര് വിളിക്കുക. പക്ഷെ ജോസഫിന്റെ മകനല്ല ഈശോ. അതുകൊണ്ട് രജിസ്ട്രാറിന്റെ മുമ്പാകെ, നിയമത്തിന് മുമ്പാകെ ജോസഫ് ഈ മറിയത്തിന്റെ മകനെ ഈശോ എന്ന് പേരിട്ട്, യേശു എന്ന് പേരിട്ട് തന്റെ മകനായി ദത്തെടുക്കണം. എങ്കിലേ അവൻ ദാവീദിന്റെ പുത്രനാകൂ. എങ്കിലേ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനും ദാവീദിന് നൽകപ്പെട്ട ആ വാഗ്ദാനങ്ങൾ നിറവേറ്റാനും കർത്താവിന് കഴിയൂ. അപ്പൊ ജോസഫിന്റെ റോള് വളരെ വലുതാണ്. അതുകൊണ്ടാണ് എല്ലാ കുർബാനയിലും യോസഫിനെ നമ്മൾ ഓർക്കുന്നത്. എല്ലാ കുർബാനയിലും മറിയത്തെ ഓർക്കുന്ന പോലെ യോസഫിനെ ഓർക്കുന്നതിന് കാരണം, ഈശോ ദാവീദിന്റെ പുത്രനാകാൻ മറ്റൊരു മാർഗവും ദൈവത്തിന് മുമ്പിൽ ദൈവം കണ്ടില്ല. ദാവീദിന്റെ പുത്രനായില്ലെങ്കിൽ ദാവീദിന്റെ സിംഹാസനം എങ്ങനെ ഇരിക്കും? ദൈവം ദാവീദിനെ കൊടുത്ത വാഗ്ദാനം എങ്ങനെ നിറവേറും? അപ്പൊ ദൈവത്തിന് തന്റെ വാഗ്ദാനം നിറവേറ്റണമെങ്കിൽ യോസഫ് മറിയത്തിന്റെ മകനെ തന്റെ മകനെ ദത്തെടുക്കണം. ചെറിയ കാര്യമൊന്നുമല്ലത്. ദാവീദിനെ കൊടുത്ത വാഗ്ദാനം ഉണ്ടല്ലോ, 1 സാമുവേല് 7:1 മുതൽ നിങ്ങൾക്ക് 19 വരെ വായിക്കാം. അതായത് പഴയ നിയമത്തിലെ ഏറ്റവും ഉയർന്ന ഉടമ്പടിയാണത്. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ആ വാഗ്ദാനം ദൈവത്തിന് നിറവേറ്റണമെങ്കിൽ ദാവീദ് കുടുംബത്തിൽപ്പെട്ട ജോസഫ് ദൈവത്തിന്റെ മകനെ തന്റെ മകനായി ദത്തെടുക്കണം. അതുകൊണ്ടാണ് നീ അവന് ഈശോ അല്ലെങ്കിൽ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞത്. ഇന്ന് നമുക്ക് ആ പേരിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം. യഹോഷുവ എന്നായിരുന്നു അതിന്റെ ഒറിജിനൽ, യഹോഷുവ. എന്നാൽ യഹോഷുവ യാഹ്വേ ഷുവ, യാഹ്വേ ഈസ് സാൽവേഷൻ,
യാഹ്വേ രക്ഷയാണ്, അല്ലെങ്കിൽ യാഹ്വേ സേവ്സ്, യാഹ്വേ രക്ഷിക്കുന്നു. ഇങ്ങനെ രണ്ടർത്ഥം, ഒരർത്ഥം തന്നെ. യഹോഷുവ എന്നായിരുന്നു അതിൻ്റെ ഒറിജിനൽ രൂപം. എന്നാൽ രണ്ടാം ദേവാലയത്തിൻ്റെ കാലത്ത്, അതായത് ബാബിലോൺ പ്രവാസകാലത്ത്, ബാബിലോണിക്കാർ ജെറുസലേം ദേവാലയത്തിൽ ഇട്ടു, പിന്നെ അത് വീണ്ടും പണിതു. ബാബിലോൺ പ്രവാസം തിരിച്ചു വന്നിട്ട്, അതായത് BC 537 ശേഷം ദേവാലയം വീണ്ടും പുതുക്കി പണിതു. അതിനാണ് രണ്ടാമത്തെ ദേവാലയം എന്ന് പറയണേ. സോളമന്റെ ദേവാലയത്തെ പോലെ അത്ര കേമൊന്നും ആയില്ലെങ്കിലും കുറച്ചൊക്കെ അവർ പുതുക്കി പണിതു. ആ രണ്ടാം ദേവാലയത്തിന്റെ സമയത്ത്, അതായത് BC 537 ശേഷം നെഹെമിയയുടെ പുസ്തകം നോക്കിയാൽ കാണാം, യഹോഷുവ എന്ന് പൂർണ്ണ രൂപത്തിലല്ല പറയുന്നത്, യശുവ എന്നാണ്. യശുവ അത് നമുക്ക് മോശയുടെ കാലത്തും കാണാം. മോശയുടെ പിൻഗാമിയായിട്ട് വന്ന യഹോഷുവയെ യശുവ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ യശുവ എന്നുള്ളത്, യഹോഷുവ എന്നുള്ളത് ചുരുങ്ങി യശുവ എന്നായി. യശുവ അതാണ് പിന്നീട് ഇംഗ്ലീഷിൽ ജോഷുവ ആയിട്ട് മാറിയത്. യശുവ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെ. ഈ യഹോഷുവ എന്ന് പറയുന്ന യാഹ്വേ ഈസ് സാൽവേഷൻ, അല്ലെങ്കിൽ യാഹ്വേ സേവ്സ്, യാഹ്വേ രക്ഷയാണ്, അല്ലെങ്കിൽ യാഹ്വേ രക്ഷിക്കുന്നു. അരാമിയ ഭാഷയിൽ യശുവ എന്നുള്ളതിലത്തെ ആ അവസാനത്തെ അയൻ എന്ന് പറഞ്ഞ അക്ഷരം അത് ലോപിച്ച് യേശു, അരാമിയ ഭാഷയിൽ യേശു അല്ലെങ്കിൽ യേശു എന്നായി അരാമിയ ഭാഷയിൽ. എന്നാൽ ഈ മറിയം താമസിക്കുന്ന നസ്രത്തിലാണ്. അരാമിയ ഭാഷ ബെത്ലഹേമിലാണ് മറിയം യേശുവിനെ പ്രസവിച്ചതെങ്കിലും താമസിച്ചത്, വളർന്നതൊക്കെ നസ്രത്തിലാണ്. നസ്രത്ത് എന്ന് പറയുന്നത് ഈ യവനവൽക്കരിക്കപ്പെട്ട നഗരങ്ങളിലൊന്നാണ്. അവിടെയുള്ള രണ്ടുപേരുടെ പേര് നോക്കുക. അന്ത്രയോസ്, ബെത്സൈദ എന്ന് പറഞ്ഞാൽ നസ്രത്തിൻ്റെ അടുത്തുള്ള ഈ ഗലീലി പ്രദേശത്തുള്ളതാണ് ബെത്സൈദ. അവിടെയുള്ള ഒരാളുടെ പേര് അന്ത്രയോസ്, ഗ്രീക്ക് വാക്കാണ്. മറ്റൊരു വാക്ക് ആൻഡ്രോസ് എന്ന് വെച്ചിട്ട് ആൻഡ്രോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗരുഷമുള്ളവൻ. അന്ത്രയോസ് ഈ പത്രോസിന്റെ സഹോദരന്റെ പേര്. മറ്റൊരാളുടെ പേര് ഫിലിപ്പോസ്, കുതിര എന്നർത്ഥം. ഹിപ്പോസ് ഇല്ലേ, കുതിര. അപ്പോൾ അത് ഗ്രീക്ക് വാക്കാ. ഫിലിപ്പ്, ഈ അലക്സാണ്ടറിന്റെ അപ്പന്റെ പേര് ഫിലിപ്പ്, അപ്പോൾ ഫിലിപ്പോസ്. അപ്പം അവിടെ യവനവൽക്കരിക്കപ്പെട്ട സ്ഥലമാണ് ഈ നസ്രത്ത്, ബെത്സൈദ ഒക്കെ. അതിന് മുകളിൽ കിടക്കുന്ന സ്ഥലമാണ് സിറിയ. ഫിനീഷ്യൻ നഗരങ്ങളായ ടയർ സീതോനിലേക്ക് കർത്താവ് പോകുന്നുണ്ട്. ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീ, സുറിയാനി സംസാരിക്കുന്ന സ്ത്രീയുമായിട്ട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സിറിയയോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്തെ അരാമിയ ഭാഷയ്ക്ക് സുറിയാനി ചായ്വുണ്ടായി. അരാമിയ ഭാഷ ബെത്ലഹേമിലും ജെറൂസലത്തൊക്കെ താമസിക്കുന്ന അരാമിയ ഭാഷയല്ല. സിറിയയോട് ചേർന്ന് കിടക്കുന്ന യവനവൽക്കരിക്കപ്പെട്ട സ്ഥലത്തൊക്കെ സുറിയാനി ചായ്വുള്ള അരാമിയാണ്. ആ സുറിയാനി ഭാഷയിൽ ഈശോ എന്നാണ്, ഈശോ. അപ്പോൾ മറിയം മിക്കവാറും വിളിച്ചിരിക്കാൻ സാധ്യത, നസ്രത്തിൽ താമസിക്കുമ്പോൾ ഈശോയെ വിളിച്ചിരിക്കാൻ സാധ്യത ഈശോ എന്നാണ്. ഈശോ, യേശു എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. യശുവ എന്ന് പൂർണ്ണമായിട്ട് വിളിക്കാൻ സാധ്യതയില്ല. യേശു എന്ന് വിളിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അരാമിയ ഭാഷയിൽ. അല്ലെങ്കിൽ ഈ വടക്കൻ പ്രദേശത്ത് നസ്രത്തിലാണ് താമസിക്കുന്നത് കൊണ്ട് സിറിയായോടും പിന്നെ സുറിയാൻ സംസാരിക്കുന്ന ആ പ്രദേശത്തോടും അടുത്ത് കിടക്കുന്നത് കൊണ്ടും ഒരു പക്ഷേ മറിയവും ജോസഫൊക്കെ തങ്ങളുടെ മകനെ വിളിച്ചിരുന്നത് ഈശോ എന്നായിരിക്കാൻ സാധ്യതയുണ്ട്. കാറ്റഗോറിക്കലായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, സാധ്യതകളെ പറയാൻ പറ്റൂ. ഏതായാലും ലിറ്റർജിയിൽ, പൗരത്യ സുറിയാനി ലിറ്റർജിയിൽ ഈശോ എന്നാണ്. ഈശോ അത് അതിൻ്റെ ഈ ലിംഗ്വിസ്റ്റിക് ആയിട്ട്, ഭാഷാപരമായിട്ട് അതിൻ്റെ വിശദമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാധ്യത നമുക്കറിയാവുന്നത് ഈ യോദ്, യശുവ എന്നുള്ള വാക്കിൽ ആയത്ത യോദാണ്. യോദ് അത് യോദ് എഴുതുന്നത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമ്മൾ വൈ ആയിട്ട് എഴുതും. ഹീബ്രുവിൽ ഒരു കുനിപ്പാണ് യോദ്. അത് സുറിയാനിയിൽ വരുമ്പോൾ ഈ ഒരു ചെറിയ കുനിപ്പിന് പകരം ആയി. അപ്പോൾ യേശു എന്നുള്ളതിന് പകരം ഈശോ ആയി. യാ എന്ന് പറയുന്ന വൈ എന്നുള്ള അക്ഷരത്തിന് പകരം ഐ എന്ന് എഴുതും. നമ്മൾ ഇംഗ്ലീഷിലും പണ്ട് അങ്ങനെയായിരുന്നല്ലോ. ഇപ്പം നമ്മൾ ജീസസ് എന്ന് ഇപ്പം നമ്മൾ എഴുതുന്നു ജെ വെച്ചിട്ട്, ജോസ്, ജീസസ്. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് എന്താണ്, വൈ ആണ് അല്ലെങ്കിൽ ഐ ആണ്. യേസുസ് എന്ന് എഴുതുമ്പോൾ ഐ ആയിരുന്നു. പിന്നീടാണ് ഇംഗ്ലീഷിലും ജെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വൈ എന്നുള്ള അക്ഷരം അതിന് പകരം ഐ ആണ് സുറിയാനിയിൽ. അപ്പോൾ ഹീബ്രുവിലെ വൈ, യോദ്, സുറിയാനിൽ ഈ അക്ഷരമായിട്ട് വവ്വലായിട്ട് വരികയാണ്. അപ്പോൾ യേശു എന്നുള്ളത് ഈശോ ആയി. യേശു എന്നുള്ളത് ഈശോ ആയി. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ അകലമൊന്നും ഇല്ല ഈ വാക്കുകൾ തമ്മിൽ. ഞാൻ ആവർത്തിക്കുകയാണ്, ഗലീലയിൽ താമസിക്കുമ്പോൾ മറിയൊക്കെ അവിടെ താമസിച്ചിരുന്നത് നസ്രത്തിൽ, മിക്കവാറും ഈശോ എന്ന് വിളിച്ചിരിക്കാനാണ് സാധ്യത.
ഏതായാലും മരിയസ്തുതി കേരളത്തിൽ ഇന്ത്യയിൽ മരിയസ്തുതി വന്നപ്പോൾ മലയാളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് നിന്റെ ഗർഭഫലമായ നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ, യേശു എന്നല്ല, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ലിറ്റർജിയിലും പിന്നെ ഈ ഒരു ഈശോ എന്നാണ് ഉപയോഗിക്കുന്നത് പൗരസ്ത്യ സുറിയാനി. പ്ലസ് ഒരു വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറയാണ്, ഈ പ്രാർത്ഥന ആരാ തയ്യാറാക്കിയത്? പൗരസ്ത്യ സുറിയാനിൽപ്പെട്ടവരാണ്. കാരണം അവരാണ് ഈശോ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈശോ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത് പൗരസ്ത്യ സുറിയാനിക്കാരാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന രൂപപ്പെടുത്തിയതും പൗരസ്ത്യ സുറിയാനിക്കാരാ. നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്നാണ്. യേശു എന്നല്ല, ഈശോ എന്നാണ്, സുറിയാനിയാണ്. നിന്റെ ഉദരത്തിൻ ഫലമായ ഗർഭഫലമായ വയറ്റിൻ ഫലമായ ഈശോ. അപ്പോൾ പൗരസ്ത്യ സുറിയാനിൽപ്പെട്ട ഒരാളാണ് ഈ പ്രാർത്ഥന രൂപപ്പെടുത്തിയത്. ഒരാളോ അല്ലെങ്കിൽ ഒരു സമുദായമാണ് ഈ പ്രാർത്ഥന രൂപപ്പെടുത്തിയത്. ഗ്രീക്കിലേക്ക് ഈ യേശുവ എന്ന വാക്ക് ഗ്രീക്കിലേക്ക് ചെന്നപ്പോൾ യേസുസ് എന്നായി. യേസുസ്. രണ്ട് പ്രശ്നങ്ങളുണ്ട് ഗ്രീക്കിൽ. ഒന്ന്, യേശുവ ഷ എന്ന അക്ഷരം ഇല്ല. ഗ്രീക്കിൽ ഷ എന്ന അക്ഷരമില്ല. അപ്പം അത് സാ ആക്കി. പിന്നെ യേസു എന്ന് എഴുതിയാലും പുല്ലിംഗാവില്ല, പുരുഷരൂപമാവില്ല. അപ്പോൾ അവസാനം സ് എന്ന് ചേർത്തു. അപ്പോൾ യേശു എന്നതിന് പകരം ഷ എന്ന അക്ഷരമില്ലാത്തതുകൊണ്ട് സാ ആക്കി. പിന്നെ ഇത് പുരുഷനാണ്, ആൺകുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടി അവസാനം സ് ചേർത്തു. അപ്പോൾ യേസുസ് എന്നായി. യേശു എന്നതിന് പകരം യേസുസ് എന്നായി ഗ്രീക്കിൽ. പക്ഷെ അതുകൊണ്ട് ചില ഗുണമുണ്ട്. അതിന് സംഖ്യ 888, യേസുസ് എന്നുള്ള സാംഖ്യിക മൂല്യം 888. ഓശാന ഞായറാഴ്ചയിൽ നിന്ന് ഉയർപ്പിലേക്ക് അവിടുത്തെ പൊതു ഞായറാഴ്ചയ്ക്ക് 888. അത് കർത്താവിൻ്റെ സംഖ്യയാണ്. ഇല്ലേ, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്ന 8,000 വർഷത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ ഞാൻ വളരെ ദീർഘമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യേസുസ് എന്ന വാക്കിന് ഗ്രീക്കിൽ 888 എന്ന സംഖ്യ വരുന്നു. ആ ഓശാന ഞായറാഴ്ചയിൽ നിന്നും ഉയർപ്പിലേക്കും അവിടുന്ന് പൊതു ഞായറാഴ്ചയിലേക്കും ഈ സമയത്താണ് ലോകം മുഴുവൻ മാറ്റിമറിച്ച സംഭവങ്ങൾ ഉണ്ടാകണേ. നമ്മളെ രക്ഷിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകണേ. അപ്പോൾ 888 എന്നുള്ളത് മഹാസംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ഊന്നി പറയുന്നത്. ഓശാന, ഉയർപ്പ്, പുതുഞായർ ഇത് മാറ്റിമറിക്കുന്ന ഒരു സംഗതിയും കത്തോലിക്ക സഭയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നതിന് കാരണം ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ച ദിവസങ്ങളാണ് 888, ഓശാന മുതൽ പുതുഞായറാഴ്ച വരെ. അപ്പോൾ അതുകൊണ്ട് ആ യേസു എന്ന വാക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട് ഗ്രീക്ക് ഭാഷയിൽ. അത് യേസുസ് IESOUS ആണ് യേസുസ് ഗ്രീക്കിൽ. ലത്തീനിൽ യേസുസ് IESUS, ഓ ഇല്ല, US, യേസുസ് ആയി. അത് ഇംഗ്ലീഷിൽ യേസുസ് ആയി, പിന്നെ ജീസസ് ആയി. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാനൊരു 3 തിരുവചനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്തെന്നാൽ മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവും ഇല്ല, ഈശോ എന്ന നാമമല്ലാതെ. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 4:12 പത്രോസ് പറയുന്നതാണ്. മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല, ഈശോ എന്ന നാമമല്ലാതെ. എന്നാൽ കർത്താവിൻ്റെ നാമം, അതായത് യാഹ്വേ, യശുവ, യേശു, ഈശോ, അതാണ് കർത്താവിൻ്റെ നാമം. അത് വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും. നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച്. സ്ലീഹന്മാർ നടപടി 2:21 പത്രോസിന്റെ പെന്തക്കോസ്ത പ്രസംഗം. എന്തുകൊണ്ടാണ് ഈ നാമം ഇത്ര വലിയ കേമമായിരിക്കുന്നത്? അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അങ്ങനെ സകല നാമങ്ങൾക്ക് മേലായ നാമം അവന് നൽകി. അങ്ങനെ ഈശോയുടെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മുട്ടുകാല് ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും ഈശോ മിശിഹ യാഹ്വയാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഫിലിപ്പിയ ലേഖനം 2:10-11. ഇതൊന്നുകൂടി കേട്ടോക്കെ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമങ്ങൾക്കും മേലായ നാമം അവന് നൽകി. അങ്ങനെ ഈശോയുടെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും യഹോവ സാക്ഷികളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും ഈശോ മിശിഹ യാഹ്വയാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഫിലിപ്പിയ ലേഖനം 2:10-11. യഹോവ സാക്ഷികൾ ഈശോ യാഹ്വയല്ലെന്നും ദൈവമല്ലെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരുടെ മുട്ടുകാലും കർത്താവിന്റെ നാമത്തിന് മുമ്പിൽ മുഴങ്ങും. ദൈവമായ
പിതാവിന്റെ മഹത്വത്തിനായി ഈശോയുടെ നാമം ഏറ്റു പറയേണ്ടി വരും യഹോവ സാക്ഷികളും അടക്കം. അവര് മുസ്ലിംസിന്റെ കെണിയുമായി നടക്കുകയാണ് ഈശോ ദൈവമല്ലെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച്. അവരിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പ്രചരിപ്പിക്കുന്ന കാര്യമാണ് യഹോവ സാക്ഷികൾ പ്രചരിപ്പിച്ച് നടക്കണേ. അവർ ക്രിസ്ത്യാനികളെ അല്ല, ക്രിസ്തുവിന്റെ ശത്രുക്കളാണ്. ക്രിസ്തുവിന്റെ ശത്രുക്കളാണ് യഹോവ സാക്ഷികൾ. നിങ്ങൾ അവരെ കരുതിയിരിക്കുക. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ തീരും. ഈശോയുടെ പുരോഹിതനായി സഭയാൽ നിശ്ചയിക്കപ്പെടുന്ന ആള് ഈശോയുടെ സ്ഥാനത്ത് നിന്ന് ഈശോയുടെ നാമത്തില്, ഈശോ എന്ന നാമത്തില് ഈശോയുടെ വാക്കുകള് പരിശുദ്ധ റൂഹായുടെ തുണയിൽ ഉച്ചരിക്കുമ്പോൾ തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്നു. അതിനെ സഭ വിളിക്കുന്ന പേരാണ് കൂദാശ അഥവാ പരിശുദ്ധന്റെ പ്രവൃത്തി. ദൈവം തന്റെ റൂഹായി അയച്ച് തന്റെ പുത്രന്റെ നാമത്തിൽ സഭയിൽ ചെയ്യുന്ന പരിശുദ്ധ പ്രവൃത്തിയാണ് കൂദാശ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാണ്, വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഈശോയുടെ പുരോഹിതനായി സഭയാൽ നിശ്ചയിക്കപ്പെടുന്ന ആള് സഭയുടെ നിയോഗത്തിൽ, സഭ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ നിയോഗത്തിൽ ഈശോയുടെ സ്ഥാനത്ത് നിന്ന് ഈശോയുടെ നാമത്തിൽ ഈശോയുടെ വാക്കുകൾ പരിശുദ്ധ റൂഹായുടെ തുണയിൽ ഉച്ചരിക്കുമ്പോൾ ഈശോയുടെ തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്നു. അതിനെ പരിശുദ്ധന്റെ പ്രവൃത്തി കൂദാശ എന്ന് വിളിക്കുന്നു. തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ്, തിരുവചനം ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്ന നിമിഷമാണ് ഇല്ലേ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് പുതിയ ജീവൻ പുറപ്പെടുവിക്കും. അങ്ങനെ ഗോതമ്പപ്പം നിലത്ത് വീണ് അത് പൊടിക്കുന്ന ആ തിരുവചനം പൊടിച്ച് ഫലം ചൂടുന്ന നിമിഷമാണ് കൂദാശ. അത് ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ പേരിൽ, ഈശോയുടെ നാളിൽ നിന്നുകൊണ്ട് ചെയ്താലേ നടക്കുള്ളൂ. അത് സഭ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സംഭവിക്കാൻ ഉദ്ദേശിക്കും വേണം, നിയോഗം വേണം. ഇതുകൊണ്ടാണ് ചില കുർബാനകളൊന്നും വാലിഡ് അല്ലെന്ന് നമ്മൾ പറയണേ. സഭയുടെ നിയോഗം അവിടെ ഇല്ലെങ്കിൽ അത് കുർബാനയാകില്ല. തിരുവചനത്തിന് ജീവൻ വെക്കണമെങ്കിൽ സഭയുടെ നിയോഗത്തിൽ ചെയ്യണം. അല്ലാണ്ട് അച്ഛൻ്റെ ഒരു നാടകം അല്ല അവിടെ. സഭയാൽ നിശ്ചയിക്കപ്പെടുന്ന ആളായിരിക്കണം. അത് ഈശോയുടെ പുരോഹിതനായിരിക്കണം. ഈശോ എന്ന ആളിൽ നിൽക്കണം, ഈശോയുടെ സ്ഥാനത്ത് നിൽക്കണം, ഈശോയുടെ നാമത്തിൽ ചെയ്യണം, ഈശോയുടെ വാക്കുകൾ ഉച്ചരിക്കണം. വേറൊന്നും തോന്നുവാനും പറ്റില്ല. പരിശുദ്ധ റൂഹയുടെ തുണയിൽ അത് ആയിരിക്കണം. സഭയുടെ നിയോഗമുണ്ടായിരിക്കണം. സഭ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവിടെ നടക്കട്ടെ എന്ന് തീരുമാനിക്കണം. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തിരുവചനം തന്നെ, ഈശോയുടെ വചനം തന്നെ പൊട്ടിമുളയ്ക്കും, ഫലം ചൂടും. അതിനെയാണ് കൂദാശ എന്ന് പറയണത്. അതിലാണ് നമ്മൾ ഈ ദിവസം പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന നോക്കിയേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആ ഈശോ എന്നുള്ള വാക്ക് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മൾ തല കുനിക്കും. പല ആചാരങ്ങളും ഈശോ എന്ന വാക്ക് പറയുമ്പോൾ നമ്മൾ തല കുനിക്കും. കാരണം ആകാശത്തിന് കീഴെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത്രയും കേമമാണ് ആ വാക്ക്. ആ വാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മരിയസ്തുതി ചൊല്ലുന്നത്. അതിൻ്റെ ആ ആഴവും പരപ്പും വീതിയും ഉയരവും ഒക്കെ തിരിച്ചറിഞ്ഞ് ചൊല്ലാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ അമ്മ കൂട്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.